വേടനെ അറസ്റ്റ് ചെയ്തതും ജാമ്യം കൊടുത്തതൊന്നും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. വേടനും വേടന്റെ കൂട്ടുകാരും കൂടി ചേർന്നുകൊണ്ട് കഞ്ചാവ് ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളത് വേടൻ തന്നെ സമ്മതിച്ചതാണ്. ആ സമ്മതിച്ച കുറ്റത്തിന് അദ്ദേഹത്തിന്റെ മേലെ നിലപാട് സ്വീകരിക്കാൻ നിലവിൽ സ്വീകരിച്ച വേറൊന്നും ചെയ്യാനില്ല. പോലീസിന് അവിടെ തന്നെ ജാമ്യം കൊടുത്ത് വിടുകയാണ് ചെയ്യുക. അതിൻ്റെ ഒപ്പം പുലിയുടെ പല്ലോ നഖമോ ഒക്കെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസ് മുതൽ അങ്ങോട്ടാണ് അത് യഥാർത്ഥത്തിൽ ഗൗരവപൂർണമായ പരിശോധനക്ക് വിധേയപ്പെടുത്തേണ്ടതാണ്. അദ്ദേഹത്തിന് ആരോ നൽകിയിട്ടുള്ള ഒരു മാലയുടെ ഒരു ഭാഗം ഈ പറയുന്ന രീതിയിലുള്ള വന്യജീവി ഭാഗത്തിൻ്റെ നരിയുടെ ഒരു പല്ലോ അല്ല നഖോ എന്താണ് എന്നുള്ളത് ഇപ്പോൾ പരിശോധിച്ചാലേ മനസ്സിലാവുള്ളൂ. അതാണെന്ന് അതറിയാതെയാണ് അദ്ദേഹം ധരിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്കൊരു സുഹൃത്ത് തന്നെയാണ്, ആ തന്നപ്പോൾ ഞാനത് ധരിച്ചു. ആ ധരിക്കുമ്പോൾ ഇതിങ്ങനെ ഒരു പുലിവാലുണ്ടാവുമെന്നൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞത് അവിടെ അവസാനിപ്പിക്കേണ്ടിയാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ടിയാണ്. അതൊരു ഭീകരവാദപരമായ നിലപാടാണെന്ന് അവതരിപ്പിച്ച് മുന്നോട്ടേക്ക് പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് വനം വകുപ്പ് മന്ത്രി പറഞ്ഞത് വളരെ ശരിയാണ്. അതിനോടാണ് ഞങ്ങൾക്ക് യോജിപ്പ്. ഒരു വേട്ടയാട് നടക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഒരു പാവപ്പെട്ട ജനവിഭാഗത്തിന്റെ പ്രതീകമായിട്ട് രാജ്യം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു കലാകാരനാണ് വേടൻ. ആ വേടന്റെ ആ പ്രതിഭയെ നമ്മൾ അംഗീകരിക്കേണ്ടിരിക്കുകയാണ്. അംഗീകരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതുപോലെ കഞ്ചാവ് ഉൾപ്പെടെയുള്ള അദ്ദേഹം തന്നെ പറയാറുണ്ട്, ഈ പറയുന്ന രാസവസ്തുക്കൾ ഉപയോഗിച്ച് നിങ്ങളുടെ ശരീരം കളയാൻ പാടില്ല എന്നൊക്കെ അദ്ദേഹം പാടുന്നതിനിടയിൽ തന്നെ പറയാറുണ്ട്. ആ പറയുന്ന ആ ചെറുപ്പക്കാരൻ തന്നെ ഇത്തരത്തിന് ഒരു വിധേയപ്പെട്ടു പോയി എന്നുള്ളത് തിരുത്തപ്പെടേണ്ടതാണ്. അത് അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ തിരുത്തി, എനിക്ക് മദ്യപാന ശീലം ഉണ്ടായിരുന്നു, അതുപോലെ ഇതെല്ലാം ഉപയോഗിക്കുന്ന ശീലം ഉണ്ടായിരുന്നു, ഞാനത് തിരുത്തി, വളരെ നന്നായി. ആ തിരുത്തൽ പ്രക്രിയയ്ക്ക് നേതൃത്വം കൊടുക്കാൻ ഗവൺമെന്റിന് കഴിഞ്ഞു എന്നുള്ളത് അംഗീകരിക്കാം. അതിൻ്റെ അപ്പുറത്ത് ഈ നരിയുടെ ശരീരഭാഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള പല്ലോ അതുപോലെ തന്നെ നഖമൊക്കെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അറിയാതെ രീതിയിൽ കാര്യങ്ങൾ വന്നപ്പോൾ അത് ഒരു വലിയ ഭീകരമായ സംഭവമാക്കി നടത്തിക്കൊണ്ടുവരേണ്ടിയിരുന്നില്ല എന്ന വനം വകുപ്പ് മന്ത്രിയുടെ അഭിപ്രായത്തോട് തന്നെയാണ് ഞങ്ങൾക്ക് യോജിപ്പുള്ളത്. അദ്ദേഹം ഇനിയും സാമൂഹിക ജീവിതത്തിന്റെ ഭാഗമായിട്ട് നല്ല കലാകാരനായി തെറ്റ് തിരുത്തി മുമ്പോട്ടേക്ക് വരട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്.